ഇന്ന് ഇന്ത്യയിൽ കാണുന്ന CJP പ്രക്ഷോഭം അത് ഒരു മുസ്ലിം മാത്രമായിട്ടുള്ള പ്രക്ഷോഭമല്ല, ഒരു ഹിന്ദുക്കളുടെ മാത്രമായ പ്രക്ഷോഭമല്ല, അതൊരു ക്രിസ്ത്യാനിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു പഞ്ചാബിൻ്റെയോ അങ്ങനെ ഒരു മാത്രമായ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ മാത്രമായ പ്രക്ഷോഭമല്ല, ഒരു യുവത്വം തന്നെ ഏറ്റെടുത്തിട്ടുള്ള പ്രക്ഷോഭമാണ്. ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. അപ്പോൾ ആ പ്രക്ഷോഭത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെയ്ഡ് ആയിട്ടുള്ള യൂട്യൂബർമാരാണ് ഇതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണോ എന്നാൽ നേരെ ഡൽഹിയിലേക്ക് വിട്ടോളാനാണ് പറയുന്നത്. കാരണം ഒരുപാട് ഭക്ഷണപ്പൊതികൾ അവിടെ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഫ്രീ ആയിട്ട് കഴിക്കാം, ആരും ചോദിക്കില്ല. ഇനി ആരെങ്കിലും ചോദിക്കാമെന്ന CJP കീജയ് എന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇതെങ്ങോട്ടാണ് ഈ ഒരു സമരത്തെ ഇത്രയും താഴ്മയായി അധിക്ഷേപിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്? കാരണം ഒരുപാട് ഇൻഫ്ലുവൻസർമാർക്ക് 20 മുതൽ 40,000 അല്ലെങ്കിൽ 60,000 രൂപ വരെ ഈ ഒരു പെയ്ഡായിട്ട് അല്ലെങ്കിൽ കാശ് കൊടുത്ത് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ ഹയർ ചെയ്തിരിക്കുകയാണ് CJPയുടെ ആ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ജെൻസി പ്രക്ഷോഭം തകർക്കാൻ വേണ്ടി. ഇതുപോലെ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ഇൻഫ്ലുവൻസേഴ്സിനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഈ BJPയുടെ സപ്പോർട്ടുള്ള വിവിധ സൈബർ ഹാൻഡിലുകൾ. ഇത് ആദ്യമായിട്ടല്ല BJP ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കാശെറിഞ്ഞ് കളിച്ചിട്ടുള്ളത്. നമ്മുടെ ഇതിനു മുമ്പുള്ള ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമയത്തായാലും അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തായാലും പ്രധാനപ്പെട്ട ഈ മലയാളികൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന ഈ പേജുകൾ BJP ഹാൻഡിലുകൾ ഈ കാശ് കൊടുത്ത് പേ ചെയ്തിരുന്നു. അപ്പോൾ ഈ ജനങ്ങൾ എന്ത് കാണണ്ട എന്ന രീതിയിൽ കാശെറിഞ്ഞ് കണ്ടന്റുകൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പ്രൊപ്പഗണ്ട രീതിയിൽ ചെയ്യാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു പവർ, സുപ്രീം പവർ ഈ ഒരു BJP എന്നുള്ള പാർട്ടിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു തിക്തഫലമായിട്ടാണ് ഇപ്പോൾ വിഷ്ണു പറഞ്ഞ ആ ഈ നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റ് ആണെന്ന രീതിയിൽ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ പോസ്റ്റ് വന്നത് കണ്ട്. ആ ഇൻഫ്ലുവൻസറിൻ്റെ പോസ്റ്റ് വന്നത് ഇപ്രകാരമാണ്. അതായത് നിങ്ങൾക്ക് വിവിധ ഫുഡ് കഴിക്കണോ, അല്ലെങ്കിൽ അവിടെ ഇതെല്ലാമാണ് കഴിക്കാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഡൊമിനോ, പിസ്സ, ബർഗർ, അങ്ങനെ ഈ എല്ലാവിധ ഫുഡുകളും കിട്ടുന്നുണ്ട്. നമുക്ക് ഡൽഹി ചെന്ന് ഇവിടുന്ന് നേരെ ട്രെയിൻ കയറി ഡൽഹിക്ക് വിട്ടോ, അവിടെ കിടന്ന് തെണ്ടി എല്ലാ സ്ഥലങ്ങളെല്ലാം കണ്ട് അവസാനം വിശക്കുമ്പോൾ ഈ ഒരു ജന്തർ മന്ദറിൽ CJPയുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് വരിക, അവിടെ ചെന്ന് ഫുഡ് കഴിക്കുക. ആരെങ്കിലും ഒന്ന് തറച്ചു നോക്കുവാണെങ്കിൽ CJP കീജയ് എന്ന് വിളിച്ചാൽ മതി, അവരവിടെ സമരത്തിൽ ചേർത്ത് നമുക്ക് ഫുഡെല്ലാം തന്ന് എല്ലാം സെറ്റിലാവും. പക്ഷേ ഈ പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് വെറും ഒരു ക്യാമറ അല്ലെങ്കിൽ ഈ സ്ക്രീനിൻ്റെ മുന്നിലിരുന്ന് പറയുന്ന ഇൻഫ്ലുവൻസർമാർ, അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ട് എന്ത് ചെറ്റത്തരം പറയുന്ന ഇൻഫ്ലുവൻസർമാരുടെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു പറയുന്ന അല്ലെങ്കിൽ ഈ സമരം ചെയ്യുന്ന ഈ ജെൻസി സമൂഹം ഉണ്ടല്ലോ, ഈ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ കീഴിലല്ല, അങ്ങനെ ഒരു സംഘടനയുടെ അംഗമല്ല. ഇവർ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഫ്യൂച്ചർ ഇന്ത്യയുടെ ഭാവി മുന്നിൽ കണ്ടാണ് ഇവർ ഈ തെരുവിലിറങ്ങി പോലീസിൻ്റെ അടി അല്ലെങ്കിൽ മഴയും വെയിലും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഈ മുറവിളി കൂട്ടുന്നത്. ഈ നീറ്റ് എക്സാം ഇന്നലെ നീറ്റ് എക്സാം ചോർത്തിയെങ്കിൽ നാളെ അവർ സിവിൽ സർവീസിൽ കൈവെക്കില്ലെന്നാണ് ഉറപ്പ്. ഇതിനു മുമ്പ് സ്കാം വന്നിട്ടുണ്ട്, സിവിൽ സർവീസ് UPSC എക്സാമിൻ്റെ സ്കാം വന്നിട്ടുണ്ട്. എന്നിട്ടും അതിനെക്കുറിച്ചൊന്നും അഡ്രസ്സ് ചെയ്യാതെ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലൊരു പ്രക്ഷോഭം പോലും ഉയർന്നിട്ടില്ല. ഈ നീറ്റ് സ്കാമിൽ 22 ലക്ഷം പേരുടെ ആ ഒരു വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഈ ശരിക്കും വല്ലാതെ വലിച്ചു കീറപ്പെട്ടത്. എത്ര കുട്ടികളാണ് ആത്മഹത്യ ചെയ്തതെന്നറിയോ? എത്ര പേരാ? 30ഓളം വിദ്യാർത്ഥികളാണ് ഈ ഒരു മെൻ്റൽ പ്രഷർ കാരണം അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് ലിസ്റ്റ് എല്ലാം റദ്ദാക്കി ഈ ഒരു ലീക്ക് ഉണ്ടായതിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾ. അതൊന്നും ഈ ഇതുപോലത്തെ ഇൻഫ്ലുവൻസർമാർക്ക് അറിയണ്ടല്ലോ. അതാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇവന് കിട്ടുന്ന എത്രയായി? ഇപ്പോൾ 2 കണ്ടന്റ് ഇട്ടാൽ 20,000, അല്ലെങ്കിൽ 4 ഇട്ടാൽ 40,000, അതിൽ കൂടുതൽ ഇട്ടാൽ 60, 80, അങ്ങനെ അങ്ങ് 1 ലക്ഷം വരെ അങ്ങ് വാങ്ങിച്ച അവൻ്റെ പേജിന് റീച്ചും കൂട്ടാൻ ആവശ്യത്തിന് നല്ല കാശുമായി. അവനവിടെ 4 വീഡിയോ ഇറക്കുന്നതുകൊണ്ട് യാതൊരു വിധ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കളത്തിലിറങ്ങി സമരം ചെയ്യാനുള്ള ഒരു ധൈര്യം ഇവനുണ്ടോ? ഇല്ല. അപ്പം അതാണ് ഈ ഒരു 10 പൈസ കിട്ടിയാൽ അല്ലെങ്കിൽ 5 രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ 50 രൂപയ്ക്ക് വേണ്ടി സ്വന്തം നിലപാട് പോലും മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ഏതൊരു ഭരണവർഗത്തിനും നട്ടല് കുനിച്ചു കൊടുത്ത് അതിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കാൻ മടിക്കുന്ന ഒരു ജനത വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് പേരിലേക്ക് ഇയാളുടെ വീഡിയോ കാണുന്ന, ഇയാളുടെ വ്യൂസ് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇയാളുടെ വീഡിയോ കാണുന്ന ആളുകൾ എന്താ വിചാരിക്കുക? അത് അത്രയും അതിനെ വളരെ സിമ്പിളായിട്ടല്ലേ കാണുന്നത്. ഇപ്പോൾ ഇത്രയും പ്രക്ഷോഭം, ഇന്ത്യ മൊത്തം ആളിക്കത്തുന്ന പ്രക്ഷോഭമാണ്.
അപ്പോൾ അതിന് എത്ര സിമ്പിളായിട്ടാണ് ഇയാളുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരപ്പോൾ കാണുക. അപ്പോൾ ഇതൊരു പ്രൊപ്പഗണ്ട തന്നെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇതുപോലെ ഒരു പാഷാണത്തിൽ കൃമികളായ കുറച്ച് ഇൻഫ്ലുവൻസർമാരുണ്ടെന്ന് കരുതി എല്ലാ ഇൻഫ്ലുവൻസർമാരും ഈ ഒരു വിഭാഗത്തിൽ പെട്ടതാണെന്ന് എഴുതി തള്ളരുത്. കാരണം ആ ഒരു സമരപ്പന്തൽ അല്ലെങ്കിൽ ഈ ജന്തർ മന്ദറിലെത്തി ഈ CJPക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇൻഫ്ലുവൻസർമാരുണ്ട്, അല്ലെങ്കിൽ നല്ല അഭിനേതാക്കളോ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളോ എല്ലാവരും ഈ ഒരു സമരത്തെ പിന്തുണയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഭാവി ഈ ഒരു ജെൻസി സമൂഹമായതുകൊണ്ടാണ്. ഈ ജെൻസി സമൂഹത്തിൻ്റെ ഈ ഒരു വിപ്ലവ വീര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, ആ ആത്മധൈര്യത്തിന് മുമ്പിൽ ഇതുപോലൊരു കീറാമുട്ടി അല്ലെങ്കിൽ പാഷാണത്തിൽ കൃമികൾക്കൊന്നും അല്ലെങ്കിൽ ഇവരുടെ കണ്ടന്റുകൾക്കൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള. ശരിക്കും ഞാൻ അതിൻ്റെ ഒരു കമൻ്റ് എടുത്ത് നോക്കിയപ്പോൾ കാണാമായിരുന്നു, അതിൽ മൊത്തം തെറിയാണ്. നീ ഈ ചാണകം വാരി തിന്നാൽ മതി, അല്ലെങ്കിൽ കിട്ടിയ കാശ് നോക്കിയിട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ ഇരുന്നാൽ മതി, അല്ലാതെ ഈ തോന്നിവാസം ഇവിടുന്ന് വിളിച്ചു പോകാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൻ അവിടെ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവഹേളിച്ച് ആരെയാണെന്നറിയോ, അല്ലെങ്കിൽ എന്തിനാണെന്നറിയോ, ഒരു കൂട്ടം മനുഷ്യരുടെ കുറച്ച് സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു വേദിയിൽ ചെന്ന് പിന്തുണ അർപ്പിക്കാൻ കഴിയാത്ത കുറച്ച് മനുഷ്യരുടെ അല്ലെങ്കിൽ ചില സാധാരണക്കാരായിട്ടുള്ള അവരുടെ സ്നേഹമാണ് ആ ഒരു ഫുഡ് ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഇൻഫ്ലുവൻസർ ഈ അവഹേളിച്ചിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഒരുപാട് സഹായം പോയിട്ടുണ്ട്. അതെ അതെ, ഇതിപ്പോ കേരളത്തിൽ നിന്ന് മാത്രമല്ലെന്നേ, ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ഇൻഫ്ലുവൻസേഴ്സിന് ഇതുപോലെ മെയിലുകൾ പോയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഇതുപോലെ മെയിൽ വരുന്നത്. ഇതുപോലെ CJP പ്രൊട്ടസ്റ്റിനെതിരെ ഇത്ര കണ്ടന്റുകൾ ചെയ്താൽ ഇത്ര നിങ്ങൾക്ക് പെയ്ഡ് ചെയ്യാം എന്ന രീതിയിലുള്ള മെയിലുകൾ എല്ലാ ഈ ഇൻഫ്ലുവൻസർമാർക്കും ഇങ്ങനെ റാൻഡമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വ്യക്തമായിട്ടുള്ള ഫണ്ടിങ് നൽകുന്ന ആരെല്ലാമാണ് എന്താണെന്ന് അറിയാലോ. ഇതിനിടയ്ക്ക് ആ ഒരു ഇൻഫ്ലുവൻസർ ഇത് പറയുന്നുണ്ട്, ഈ ഒരു CJP സമരത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സമരത്തിന് ക്യാഷ് വേണമല്ലോ, ക്യാഷ് ഇല്ലാതെ സമരം പരിപാടികൾ നടക്കില്ലല്ലോ. കൂടാതെ കുടുംബമോ കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് ഈ സമരത്തിൽ വന്ന് ബഹളം വയ്ക്കുന്നതെന്നാണ് ഈ പറയുന്നത്. ഇവൻ എന്ത് ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ ഈ ഇന്ത്യ എന്ന രാജ്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് എന്ത് ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസറിനുള്ളത്? അതായത് ദീപസ്തംഭം ആ ചെറിയ എലിക്കും കിട്ടണം പണം, അത് മാത്രമേ ഉള്ളൂ. സ്വന്തം ആറ്റിറ്റ്യൂഡ്, സ്വന്തം പേഴ്സണൽ കാര്യം അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇതുപോലെ കണ്ടന്റ് പടച്ചു വിടുന്ന ഇൻഫ്ലുവൻസർമാർക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ പാഷാണത്തിൽ കൃമി എന്ന് പറയുന്ന സെന്റൻസ് ഒന്നും ആവില്ല. ശരിക്കും അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ കേരളത്തിലും ഈ ഒരു CJPയുടെ പ്രൊട്ടസ്റ്റിന് ചൂടങ്ങനെ ആളി കത്തിയിട്ടുണ്ട്. ഇന്ന് KCയുടെ വിദ്യാഭ്യാസ ബന്ദ് നടക്കുകയാണ്. കൂടാതെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദ് നാളെ. അങ്ങനെ വരും ദിവസങ്ങളിൽ ഈ ഒരു CJPക്ക് അല്ലെങ്കിൽ BJP ഗവൺമെന്റിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അങ്ങനെ കേരളമോ അല്ലെങ്കിൽ സംസ്ഥാനം മുഴുവനായിട്ട് അതിൻ്റെ ആ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്, അല്ലേ? അത് ഉറപ്പായിട്ടും. ഇപ്പോൾ നിരവധി കലാലയങ്ങളിലായാലും ഇന്നിപ്പോൾ കലൂരുന്ന പ്രക്ഷോഭമുണ്ട്. ഇന്നലെ മഹാരാജാസ് കോളേജിൽ ഉൾപ്പെടെ ഒരുപാട് ആക്ടേഴ്സാണ് വന്നത്. ഇപ്പോൾ ജോജു ഉൾപ്പെടെ, ജോജു ജോർജ് ആയാലും ബേബിജിൻ ആയാലും അങ്ങനെ ഒരുപാട് പേര്, NS മാധവൻ, നിരവധി ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത്. പാഷിക്കപ്പൊക്കെ അവിടെ പഠിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്, പൂർവ്വ വിദ്യാർത്ഥി തന്നെയാണ്. അവരെല്ലാവരും സംഘടിച്ചിട്ടുണ്ട്. രഞ്ജിനി ഹരിദാസ് ആയാലും എല്ലാവരും ഈ സമരത്തിനെതിരെ അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെട്ട് ഈ നടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനീതിക്കെതിരെ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു വർഗീയ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രധാനമായിട്ടും ആ ബൂർഷ്വാ ഭരണത്തിനെതിരെ അവർ പോരാടുവാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും ആളിക്കെത്തുന്നുണ്ട്. ഇപ്പോൾ ടൊവിനോയ്ക്കെതിരെ തന്നെ ടൊവിനോയുടെ വീടിൻ്റെ മുമ്പിൽ യുവമോർച്ച സമരം നടത്തുക. എങ്ങനെ സമരം നടത്തണമെന്നറിയോ? ഇങ്ങനെ വാ മൂടിക്കെട്ടിയിട്ട് സമരം ചെയ്യുക. കാരണം PSCയുടെ എക്സാം പാളിയപ്പോൾ അല്ലെങ്കിൽ അന്നത്തെ വിദ്യാർത്ഥികൾ കരഞ്ഞപ്പോൾ നീ എവിടെയായിരുന്നടാ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവന്മാർ ഈ നീറ്റ് എഴുതിയപ്പോൾ ഇവന്മാർ എവിടെയായിരുന്നു? ഈ നീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നപ്പോൾ ഇവന്മാർ എവിടെയായിരുന്നു? അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. ഈ അവനെ ചോദ്യം ചെയ്യുക. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് DYFIയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നവനെ മൗനമാക്കുകയാണ് അല്ലെങ്കിൽ അടിച്ചമർത്താൻ നോക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നീറ്റിന്റെ സ്കാം വന്നപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നു എന്ന് യുവമോർച്ചക്കാരോട് ചോദിച്ചാൽ അവരുടെ കണ്ണാക്കി പെരുവെട്ടി പോവുള്ളൂ. കാരണം ഇത്ര ദിവസമായിട്ട് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു രാജ്യം മുഴുവൻ ആള് കത്തിയിട്ടുള്ള മറ്റൊരു സമരമില്ല. അല്ലെങ്കിൽ ഈ ഒരു ഇടക്ക് സമരം നടത്തിയ ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ നീറ്റ് പ്രക്ഷോഭം. അപ്പോൾ ഇതിനെല്ലാം അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള താല്പര്യം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു പ്രത്യേകിച്ച് ആർക്കും സംശയമൊന്നുമില്ല. അതെ,
അതാണ് ഇത് ഒരു സുഡാപ്പി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നവനെ നീയും ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചു സുഡാപ്പി ആയോ, നീയും സുഡാപ്പി ആയോ എന്ന്. അതെങ്ങനെയാണ് ചോദിക്കാൻ പറ്റുന്നത്? സുഡാപ്പി ആയോ എന്ന്. അവിടെ സമരം ചെയ്യുന്നവർ സുഡാപ്പികളാണോ മാത്രം? സുഡാപ്പികൾ മാത്രമാണോ? അല്ല. സംഘികളാണോ? അല്ല. അല്ലെങ്കിൽ കമ്പികളാണോ? അല്ല. അവിടെ എല്ലാവരും ഉണ്ട്. കോൺഗ്രസ്സുകാരുണ്ട്, ബി ജെ പിക്കാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ BJP-യുടെ അനുകൂലികൾ വരെ അവർക്കും മക്കളുണ്ടെന്നേ, അവരും ഈ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നേ, അവരും അനുഭവിച്ചിട്ടുണ്ടെന്നേ. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇതിന് ഐക്യദാർഢ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലവർക്കാണത് പറ്റാത്തത്. ചിലരിപ്പോഴും BJP ഗവൺമെൻറ്റിനെ നമ്മളെ മുമ്പേ കണ്ണടച്ചിരുട്ടാക്കുക എന്ന് പറയില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.